ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് വെച്ചിട്ട് നമ്മൾ പൊട്ടുകുറ്റിയിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വാഴടലയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പീസ് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് മസാലയുടെ അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കുക. ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മീനിൽ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 15 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വേറെ മസാലകളൊന്നും, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ടേസ്റ്റ്, ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ അതാണ് നല്ലത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് മൊരിയിച്ച് കളയാൻ പാടില്ല. നന്നായിട്ട് ക്രിസ്പിയാക്കി എടുക്കരുത്. എന്നാൽ ഫിഷ് നന്നായിട്ട് കുക്കാവും ചെയ്യണം. ഫിഷിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ വേണ്ട ചെയ്തെടുക്കാൻ. ഒരു സോഫ്റ്റായ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യുന്നത് ഈ ഒരു എണ്ണ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു എണ്ണ ആവശ്യമായിട്ട് വരും ഞാൻ എടുക്കുന്ന മസാലയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നൊന്നുമില്ല, ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. രണ്ടും പകുതിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സവാള എടുക്കുന്ന അതേ അളവ് തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. ഒരു ചെറിയ ഉള്ളിയും കൂടെ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സവാള മാത്രം എടുക്കുക. അപ്പോൾ നേരെ ഇരട്ടി സവാള എടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലാവുകൊണ്ട് അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് കുറവുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വലിയ ജീരകമാണ്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കളയരുത് കേട്ടോ. ഇഞ്ചി കുറച്ച് മതി, ചെറിയൊരു പീസ് എടുത്താൽ മതി. എന്നിട്ട് ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോവണ്ട, ചതച്ചെടുത്താൽ മതി. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ഡിഷിന്. തക്കാളി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഇതിലൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചട്ടുക ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫിഷ് ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ മഞ്ഞ കളർ ഉള്ളത് കാരണം ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലൊക്കെ വെള്ളം ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നത് നമ്മുടെ മസാല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫിഷൊക്കെ ചേർക്കുന്ന സമയത്ത് അതുമൊന്നിങ്ങനെ പുരണ്ടിരിക്കുന്ന രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അത് മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാടങ്ങ് ചെറുതാക്കിയിട്ടില്ല. നമുക്ക് ഫിഷ് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അധികം മുള്ളില്ലാത്ത മീനോട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു മസാല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇടയിൽ ചേർക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അത് ആ മസാലയൊക്കെ നന്നായിട്ട് ഈ മീനിലൊന്ന് മിക്സായി കിട്ടും. ഇത് ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് ഇതൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഫിഷും അതുപോലെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില ഒരു 2-3 പീസ് എടുക്കണം. നമ്മൾ എത്ര പൊതിയാണോ ഇതാക്കുന്നത് അതിനനുസരിച്ചിട്ട് വാഴയില എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി വാഴയില കയ്യിലില്ലാത്തവർക്ക് തീരെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചാലും മതി. പക്ഷേ ഈ ഒരു ഇലയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്, കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുക. ഈ ഒരു ഇല വാട്ടി ആ ഒരു ടേസ്റ്റും കൂടെ അതിന് വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വേണം, ഒരു ഇതിൽ എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇഡലി തട്ടിലാണെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം. പുട്ടുകുറ്റിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇത് കൊള്ളണമല്ലോ. ഇനി ഒരു സവാളയുടെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കുക. സവാളയൊക്കെ കൂടുതൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുരുമുളക് ചതച്ചതാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ അതൊന്ന് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഒരു കുരുമുളക് പൊടി അതുപോലെ ഒരു തക്കാളി പീസൊക്കെ അങ്ങനെ വെക്കാൻ മറക്കരുത് കേട്ടോ. അവർക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പൊതിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കളവും വലിപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളിത് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലോ അതുപോലെ പുട്ടുകുറ്റിയിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പുട്ടുകുറ്റിയിലാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കേണ്ട ഇഡ്ഡലി തട്ടിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിലൊരുപാട് കൊള്ളുമല്ലോ. പുട്ടുകുറ്റിയിലാകുമ്പോൾ നമുക്കൊരു 2-3 പൊതി മാത്രമേ ഒരു ടൈമിൽ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ വാഴയിലയുടെ ആ ഒരു വാട്ടിയ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ 2 പൊതിയാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സമയത്ത്. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴുള്ളൂ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ അതാ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. ഏതിലായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അതാ നമ്മുടെ ഫിഷൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു പൊതിയും കൂടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളതിൽ ചേർത്തിട്ടുള്ള ആ ഒരു കറിവേപ്പിലയും അതുപോലെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സവാളയും തക്കാളി അതുപോലെ കുരുമുളക് ചതച്ചതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. റൈസിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്